ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ലല്ലേ? എല്ലാവർക്കും വേണം. അപ്പൊ നമുക്കിതൊരു ഉത്സവമാക്കിയാലോ? ഉത്സവമാണെങ്കിൽ ആദ്യം എന്ത് വേണം? നമുക്കൊന്ന് ആർപ്പ് വിളിക്കണം അല്ലേ? ആർപ്പ് വിളിക്കണോ? ഉത്സവമാണെങ്കിൽ നമുക്കൊന്ന് ആർപ്പ് വിളിക്കോ? ഇവിടെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്, എന്ത് മറുപടി പറയട്ടെന്ന് അല്ലേ? ഈ ചേട്ടന്മാർക്ക് ആർക്കെങ്കിലും അറിയാമോ മക്കളെ? എന്നെ അറിയാമോ? അറിയാം, ഗദറിനെ അറിയാം. വേറെ ആർക്കറിയാം? നിങ്ങൾ ആരൊക്കെയോ വിദ്യ സ്കൂളിൽ പഠിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ വളർന്നപ്പോൾ നിങ്ങൾ പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ അറിയായിരിക്കും, അല്ലാതെ അറിയില്ല. ഇവർക്കൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ആർപ്പ് വിളിക്കാം. എങ്ങനെയാണ് ആർപ്പ് വിളിക്കുന്നത്? ഒന്ന് വിളിച്ചേ. വിളിച്ചോ വിളിച്ചോ എല്ലാവർക്കും കൂടെ വിളിക്കാം. വിളിച്ചോ. ഞാൻ കേട്ടതേ KPSM ക്ലബിലെ കൂട്ടുകാരൊക്കെ ഭയങ്കര മിടുക്കരാണെന്നാണ്. ഞാൻ വരണ്ടാന്ന് കരുതിയിരുന്നതാണ്. അപ്പൊ ഇത്രയും മിടുക്കരായി നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ പിന്നെ ഒരു ആർപ്പ് വിളിയൊക്കെ വേണ്ടേ? ഒന്ന് വിളിച്ചേ നോക്കട്ടെ. അത് കഴിയുമ്പോ എന്ത് പറയും നമ്മള്? പറഞ്ഞേ, പറഞ്ഞ മക്കളെ. വിളിച്ചോ? ഒന്നും കൂടെ എല്ലാവരും കൂടെ ഒന്നിച്ച് വിളിച്ചോ. നോക്കട്ടെ. വിളിച്ചോ. ശരിയാണ്, എല്ലാവരും എത്തിയിരുന്നേ. ഈ KPSM ക്ലബ് എന്ന് പറയുമ്പോ എല്ലാവരും ഒന്നിച്ച് വരണ്ടേ? ഒന്ന് ഉറക്കെ വിളിച്ചോ മക്കളെ നോക്കട്ടെ. നമ്മളിപ്പോഴല്ലേ നമ്മുടെ ക്ലബിന്റെ സ്ട്രെങ്ത് ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ അറിഞ്ഞോളൂ. ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴേ ഒരു മാമൻ ചോദിച്ചു എന്തോന്ന് പരിപാടി എന്ന് ചോദിച്ചു. അങ്ങനെ എന്നെ ചോദിക്കാൻ പാടില്ല. അവരറിയണം ഇവിടെ ഒരു ഉത്സവമാണ്, ഇവിടെ ഒരു പഠനോത്സവമാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ആൾക്കാർ അറിയണം അല്ലേ? നമ്മളിപ്പോൾ എത്ര പേരുണ്ട്? കുറേ കൂട്ടുകാരുണ്ട് അല്ലേ? കുറേ കൂട്ടുകാരില്ലേ? ഇനി അടുത്ത വട്ടം കൂടുമ്പോൾ നമ്മുടെ ഈ ഹോളൊക്കെ നിറയണം. ഇവിടുത്തെ മാമനെയൊക്കെ കരുതണം. അയ്യോ, ഇനി നമ്മളെ കൂട്ടുകാരെയൊന്നും ഇതിൻ്റെ ഉള്ളിൽ ഇരുത്താൻ കഴിയില്ല, അതുകൊണ്ട് നമുക്ക് വലിയൊരു ഹാളിൽ കൂടണം, അല്ലെങ്കിൽ വലിയൊരു ഗ്രൗണ്ടിൽ കൂടണം എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലേക്ക് നമ്മളുടെ ആർപ്പുവിളിയും നമ്മുടെ സന്തോഷമൊക്കെ വളരണം അല്ലേ? വളരണ്ടേ മക്കളെ? വളരണോ? വളരണം. നമുക്ക് എന്തിനാ മക്കളെ ക്ലബ്ബുകൾ? കളിക്കാനാണ്. പിന്നെ കളിക്കാൻ വേണ്ടി മാത്രമാണോ? പറഞ്ഞോ. സന്തോഷം, എക്സസൈസ്, വ്യായാമം, എക്സസൈസ് അല്ലേ? ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, നിങ്ങൾ മിടുക്കരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ശരീരത്തിന് കുറേ ആവശ്യങ്ങളുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? വെള്ളം, ഭക്ഷണം. ശരിയാണ് നിങ്ങൾ പറയുന്നത്, മിടുക്കരായിട്ട് അങ്ങ് പറയണം. തെറ്റിക്കോട്ടെന്നേ, നമുക്ക് എല്ലാവർക്കും തെറ്റും. ഉറക്കം അല്ലേ? ഇങ്ങനെയുള്ള കുറേ ആവശ്യങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ട്. എന്താ മക്കളെ? ഒന്നുമില്ലേ? അതുപോലെ നമ്മുടെ മനസ്സിന് കുറേ ആഗ്രഹങ്ങളുണ്ട് അല്ലേ? കുറേ. അതിലാണ് ഇപ്പൊ പറഞ്ഞ എന്താണ്? സന്തോഷം. പിന്നെ എന്തൊക്കെയാണ്? പറഞ്ഞോ, എന്തൊക്കെയാ? എന്താ മക്കളെ? നമ്മുടെ വികാരമാണ് അല്ലെ? ദുഃഖം. പിന്നെ അതിലാണ് സന്തോഷം, ദുഃഖം. പിന്നെ സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കും അല്ലേ? ഇത് കൊള്ളാലോ, നിങ്ങളെല്ലാവരും മിടുക്കരാണല്ലോ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരില്ലേ? മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടണം അല്ലേ? നമുക്ക് മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടണം അല്ലേ? നമ്മൾ പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ, ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ. പുതിയൊരു ഉടുപ്പ് കിട്ടിയാൽ സന്തോഷം, ഒന്ന് സിനിമയ്ക്ക് പോയാൽ സന്തോഷം, പുതിയ പുസ്തകം കിട്ടപ്പോൾ സന്തോഷം. ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം. ഇപ്പം അങ്ങനെയല്ല. നിങ്ങൾക്ക് ഈ ഡ്രസ്സൊക്കെ നിറയെ ഉണ്ട്, ഒരുപാട് സിനിമ കാണാൻ അവസരമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പുതിയ സന്തോഷങ്ങൾ വേണമെന്ന് ചിന്തിക്കും അല്ലേ? നമുക്ക് എന്ത് വേണമെന്ന് ചിന്തിക്കും? പുതിയ
സന്തോഷം. നിങ്ങൾക്കിപ്പോൾ ഏറ്റവും സന്തോഷം എന്താണ്? എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് കൂടുതൽ സമയം ചെലവഴിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? എന്ത് കാര്യത്തിനാണ്? കളിക്കാൻ. എന്ത് കളിക്കാൻ? ഒരുപാട് കളികളുണ്ട്. എന്ത് കളിക്കാൻ? നമുക്ക് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നു, ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? കുളിക്കും. വെരി ഗുഡ്. പിന്നെ ചായ കുടിക്കും. പിന്നെ എല്ലാവരും എങ്ങനെയാണോ? TV കാണും. പിന്നെ കളിക്കാൻ പോകും. വേറൊരു കാര്യം ചെയ്യില്ല? പഠിക്കും. വേറൊരു കാര്യം ചെയ്യില്ല? വീട്ടിൽ വേറെ അമ്മയുടെ കൂടെ വഴക്കുണ്ടാക്കുന്നൊരു കാര്യമില്ലേ? എന്താണ്? പറഞ്ഞോ? എന്തോ? മീൻ പൊരിച്ചവനാണ്. മിടുക്കൻ. വേറെ ഒരു കാര്യത്തിന് നമ്മൾ അമ്മയോട് വഴക്കുണ്ടാക്കില്ലേ? എന്താണ്? മൊബൈൽ ഫോൺ വേണം അല്ലേ? നമുക്കതിൽ ഗെയിം കളിക്കാനാണ് ഏറ്റവും ഇഷ്ടം അല്ലേ മക്കളെ? ആണോ? എത്ര പേർക്ക് അതിൽ ഫോണിൽ കളിക്കാൻ ഇഷ്ടം? എല്ലാവർക്കും ഇഷ്ടമാണ്. ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അല്ലേ? ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തിരി ഡീസൻ്റ് ആയിട്ടിരിക്കാം എന്നൊക്കെ കരുതി കൈയൊക്കെ താഴ്ത്തിയിട്ടിരിക്കുന്നതെല്ലാം എല്ലാം വെറുതെ ആണല്ലേ? എല്ലാവർക്കും കുഴപ്പമില്ല, അതങ്ങ് ഓഫ് ചെയ്തു. ഓക്കെയാ? അപ്പൊ നമുക്ക് എല്ലാവർക്കും മൊബൈലിൽ കളിക്കാൻ ഇഷ്ടമാണ്. എന്തൊക്കെ ഒത്തിരി ഗെയിംസ് ഉണ്ടല്ലേ? നിങ്ങളുടെ ഗെയിമുകളുടെ പേരൊന്നും എനിക്കറിയില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ചേച്ചിയുടെ ചോദിച്ചു. ചേച്ചി 9ാം ക്ലാസ്സിലാണ്. ചേച്ചി നിങ്ങളെ പോലെ തന്നെയാണ് മൊബൈലിൽ കളിക്കാനൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ചേച്ചി എന്തൊക്കെയാണ് പ്രധാന കളികളെന്നൊക്കെ ചോദിച്ചു. എന്തൊക്കെയാണ് മക്കളെ പ്രധാന കളികൾ നിങ്ങൾ കളിക്കുന്നത്? ഫ്രീ ഫയർ, പിന്നെ PUBG, പിന്നെ ബസ്സോ? ഇങ്ങനെയൊക്കെ കുറേ ഗെയിംസ് ഉണ്ടല്ലേ? അപ്പോൾ ചില അമ്മമാർ കുറച്ച് സമയം തരും. നിങ്ങൾക്ക് കുറച്ച് സമയം തരുന്ന അമ്മമാർ ആരെങ്കിലും ഉണ്ടോ? സ്വന്തമായിട്ട് മൊബൈൽ ഫോണുള്ള ആരെങ്കിലും ഉണ്ടോ? അത് ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വതന്ത്രരാണ് അല്ലേ? വൈഫൈ ഉണ്ടോ മക്കളെ? ഉണ്ട്. ഓക്കെ, നമ്മൾ വളരെ ഫ്രീ ആണ്. ചെറിയ മൊബൈലേ ഉള്ളൂ. ചെറിയ മൊബൈലെന്ന് വെച്ചാൽ ചെറിയ കീപാഡുള്ളത്. ഇതിലെന്താണ്? പാമ്പാണുള്ളത്. പാമ്പ് മാത്രമേ ഉള്ളൂ. അത് മോശമൊന്നുമല്ല, വളരെ കോൺസെൻട്രേഷൻ വേണ്ട ഒരു ഗെയിമാണ് അല്ലേ? പാമ്പ് ഒഴുങ്ങാതെ എങ്ങനെ പോകണം അല്ലേ മക്കളെ? അപ്പോൾ നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ കുറേ സമയം മൊബൈലിരിക്കുക. ഈ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവരുമാണ് ഇവിടെ. കുഞ്ഞുങ്ങൾ വലിയവരൊന്നുമില്ല. ഇതിന് സ്ക്രീൻ ടൈം എന്നാണ് പറയുന്നത്. സ്ക്രീൻ ടൈം അല്ലേ? നമ്മൾ ഈ സമയം ഇതിനെ ഇപ്പം നോക്കായിട്ട് അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കണം എന്ന് കരുതിയാണ് കയറുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് നമ്മൾ ആ സമയത്തിലേക്ക് നോക്കുമ്പോൾ എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ കുറേ സമയം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതിൽ നമ്മുടെ ഇഷ്ടം ആർക്കൊക്കെ അറിയാം അല്ലേ? നമ്മൾ ഒരു സാധനം ഒരു ദിവസം നോക്കി, ഒരു പാട്ട് നോക്കി, അല്ലെങ്കിൽ നമ്മളൊരു ഗെയിം നോക്കി, അടുത്ത ദിവസം അത് തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പുറകെ നമ്മളറിയാതെ നമ്മൾ ആരൊക്കെയോ നിയന്ത്രിക്കുന്നുണ്ടല്ലേ? AI ഒക്കെ ഉണ്ട്. നിങ്ങൾ AI ഒക്കെ കുറിച്ച് കേട്ടിട്ടില്ലേ മക്കളെ? മെറ്റ, പിന്നെന്തൊക്കെയുണ്ട്? AI റോബോട്ട് ഉണ്ട്. 2016 ഒരാൾ വന്നല്ലോ AI. ആരാ അറിയോ? നമ്മളെ പോലെ ഒരാളിനെ ഇറക്കി AI. ആരാന്ന് കേട്ടിട്ടുണ്ടോ? ആരാ മക്കളെ? സോഫി എന്ന് പറയും. ഇപ്പൊ 2025 ഐറാന്ന് പറഞ്ഞിട്ട്. സോഫിയക്ക് എന്താണെന്നറിയാമോ? നമ്മളോടൊപ്പം കളിക്കുകയും നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. പക്ഷേ ഈ ഐറ എന്ന് പറയുമ്പോഴേ നമുക്ക് എന്താണോ വേണ്ടത് അതുപോലെ ചെയ്യും. അത്രയ്ക്ക് മാറിയ ഒരു കാലത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഒരുപാട് മാറ്റമുള്ള കാലത്തിലാണ് നമ്മളെല്ലാവരും. ഇപ്പം ഈ ഫോണിൽ നിന്ന് തലയെടുക്കാൻ നമുക്കൊന്നും ഇഷ്ടമില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഈ സന്തോഷവും നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യവും അംഗീകാരവും ഒക്കെ വേണം അല്ലേ? അത് കിട്ടാതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ മക്കളെ? എന്ത് ചെയ്യും? വയലന്റ് ആവും എന്ന് പറഞ്ഞത് കറക്റ്റാണ് അല്ലേ? നമ്മളെല്ലാവരും ദേഷ്യപ്പെട്ടിട്ടില്ലേ? യെസ്. നമ്മളെല്ലാവരും അമ്മമാരോട് അച്ഛനോടോ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? അച്ഛനോട് ദേഷ്യപ്പെടില്ല, ചിലപ്പോൾ അടി കിട്ടിയല്ലോ അല്ലേ? അമ്മയുടെ അടുത്ത് നമ്മൾ വെരി ഗുഡ്. ഓക്കെ. അപ്പൊ അമ്മമാര് നമുക്കിത് തരാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും?
അവരോട് ദേഷ്യപ്പെടും അല്ലേ? വെറുതെ ദേഷ്യപ്പെടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ കേട്ടിട്ടില്ലേ നിങ്ങൾ വാർത്തകളൊക്കെ? അമ്മമാരെ ഉപദ്രവിക്കുന്ന മക്കളെ ഉപദ്രവിക്കുന്ന അമ്മമാര്. കാരണം എന്താണ്? നമുക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ ദേഷ്യം, സങ്കടം, വിഷമം ഇതൊന്നും പ്രകടിപ്പിക്കാൻ സ്ഥലമില്ല. നമ്മൾ ആകെ ഈ കുഞ്ഞു സാധനത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, ആണോ? അപ്പോ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേറെ കുറെ ആൾക്കാർ വരുന്നത്. ആരാന്നറിയാമോ? അവര് കുറെ കെണിയുമായിട്ടാണ് വരുന്നത്. നമുക്ക് ആദ്യം കുഞ്ഞു ലഹരിയായിട്ട്, പിന്നെ നമ്മുടെ ചിന്തകളെ നശിപ്പിക്കുന്ന, നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന, നമ്മുടെ സമൂഹത്തിനെ നശിപ്പിക്കുന്ന ലഹരിയുമായിട്ട് കുറെ ആൾക്കാർ നമ്മളെ തേടി വരും അല്ലേ? കാരണം എന്താണ്? നമുക്ക് കളിക്കാനും, നമുക്ക് സന്തോഷിക്കാനും, നമുക്ക് ജയിക്കാനും, ജയിക്കുമ്പോൾ കയ്യടി കിട്ടാനും, തോൽക്കാനും, ജയിക്കുകയും തോൽക്കുകയും ചെയ്യുന്നതാണ് കളി എന്ന് മനസ്സിലാക്കാനും നമുക്ക് കൂട്ടുകാരില്ലാത്തൊരവസ്ഥയുണ്ടാവും. അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകാതിരിക്കാനാണ് നമുക്ക് എന്ത് വേണ്ടത്? ഇത്തരത്തിലുള്ള ക്ലബ്ബുകൾ. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ ഇഷ്ടമല്ലേ? നമ്മൾ ഒത്തിരി ഗെയിമൊക്കെ കളിക്കാറുണ്ട് അല്ലേ? അപ്പോൾ പറഞ്ഞ് നമ്മുടെ ശരീരത്തിന് വേണ്ട എക്സസൈസ് ലഭിക്കാറുണ്ട്. നമ്മൾ തമ്മിൽ കളിച്ച് ഒരു ഗ്രൂപ്പ് തോൽക്കാറുണ്ട്. അടുത്ത വട്ടം ജയിക്കുന്ന ഗ്രൂപ്പ് തോൽക്കുകയും തോൽക്കുന്ന ഗ്രൂപ്പ് ജയിക്കുകയും ചെയ്യാറുണ്ട് അല്ലേ? അങ്ങനെ നമ്മൾ തോറ്റും ജയിച്ചും ഒന്നിച്ചും കളിച്ചും നമ്മളിവിടെ സന്തോഷിക്കാറുണ്ട് അല്ലേ മക്കളെ? അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ക്ലബ്ബുകൾ. അപ്പോൾ നമ്മുടെ ഈ ക്ലബിനെ കുറിച്ച് നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളോടും പറയൂ. ഇവിടെ വരാത്തവരോടൊക്കെ പറയൂ. എല്ലാവരും മടിക്കാതെ എല്ലാ ദിവസവും ഈ ക്ലബ്ബിൽ വരുമോ? എല്ലാ ദിവസവും വരണ്ട, ക്ലാസ് ഇല്ലാതെ നമുക്ക് കഴിയുന്ന ദിവസങ്ങളിലല്ലേ? മുമ്പ് ശനിയാഴ്ച ഞായറാഴ്ച കൊണ്ടുപോകണം. ഓക്കെ, നമുക്ക് മുമ്പ് പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ കുണ്ടാളക്കുഴി എന്ന് കേട്ടിട്ടുണ്ടോ മക്കളെ? കുറച്ച് ദൂരെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടുത്തെ ഈ KPSMന്റെ ഗ്രന്ഥശാലയിൽ വന്ന പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. നിങ്ങളുടെ ഈ മാമനെയൊക്കെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് എപ്പോഴാണെന്ന് അറിയുമ്പോൾ എനിക്ക് ശേഷം പഠിച്ച ആളാണേ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വയ്ക്കാം. ഞങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഒരിക്കൽ UPS വിതുര UPSലാണ് ഞാൻ പഠിച്ചത്. വേറെ ആരൊക്കെ ഉണ്ട് വിതുര UPS പഠിക്കും? ഒത്തിരി പേരുണ്ടല്ലേ? അപ്പോൾ വിതുര UPS ആ വലിയ മുറ്റത്ത് നമ്മൾ അസംബ്ലി കൂടുകയാണ്. അസംബ്ലി കൂടുമ്പോൾ 2 കുട്ടികളെ എന്ത് ചെയ്തു? അസംബ്ലിയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അന്നത്തെ HM ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്താണെന്നറിയാമോ? ഇവർക്ക് കയ്യടിയൊക്കെ കൊടുക്കുകയാണ്. എന്തിനാണ് കയ്യടിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ല. പിന്നീടാണ് സാറ് കാര്യമൊക്കെ പറഞ്ഞത്. നേത്രദാനം നടത്തിയ ഫോമിലൊക്കെ ഒപ്പിട്ട കക്ഷികളാണ്. അന്ന് മുതൽ നോക്കി വെച്ചേക്കാണ് ഈ കക്ഷി കേട്ടോ. അപ്പൊ നമുക്കതൊരു അതിശയമാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു ചിലപ്പോൾ നിങ്ങൾ ഇപ്പോഴൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അന്ന് വർഷങ്ങൾക്ക് മുമ്പാണ്, എത്രയോ വർഷം മുമ്പ് നമ്മളിതൊന്നും കേട്ടിട്ടേ ഇല്ല. രഞ്ജിത്തിന് നമ്മുടെ ഓർമ്മയൊന്നും കാണില്ല. പക്ഷെ നമുക്കത് ഓർമ്മയുണ്ട്. ഞാനിന്നിങ്ങനെ ഓർക്കായിരുന്നു. അപ്പൊ അത്തരത്തിൽ അന്ന് മുതലേ നമ്മൾ എന്താണ്, സമൂഹത്തിൽ ഇറങ്ങി സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുന്ന കുറേ വലിയ ചേട്ടന്മാർ, മാമന്മാർ ഒക്കെ ചേർന്നിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി, നമ്മളെല്ലാവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ക്ലബ്ബുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവർക്കൊരു വലിയ ഗൈഡ് കൊടുക്കാമോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ഈ ക്ലബ്ബുകൾ, നമ്മുടെ KPSM ഈ ക്ലബ്ബ് നന്നായിട്ട് പ്രവർത്തിക്കണം. അടുത്ത പ്രാവശ്യം ഈ ഹാളൊന്നും തികയാതെ വരണം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും നിങ്ങൾ ഓരോരുത്തർക്കും എല്ലാ കുഞ്ഞുമക്കൾക്കും വിജയാശംസകൾ. പഠനോത്സവം ഉദ്ഘാടനം ചെയ്തതായി. ഓക്കെ.